ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നാളെ നിലവിൽ വരും. 1,00,000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ട 15 മാസമായി തുടരുന്ന യുദ്ധമാണ് ഉപാധികളോടെ അവസാനിപ്പിക്കുന്നത്. ഹമാസ് നേരത്തെ അംഗീകരിച്ച വെടിനിർത്തൽ വ്യവസ്ഥകൾ ഇസ്രയേൽ മന്ത്രിസഭ ഇന്നലെ അംഗീകരിച്ചിരുന്നു. വെടിനിർത്തൽ ഒപ്പം ഘട്ടം ഘട്ടമായി ബന്ദികളെയും തടവുകാരെയും വിട്ടുനൽകുക, സൈനിക പിന്മാറ്റവും. ഇതാണ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ചുരുക്കം. മധ്യസ്ഥ റോളിൽ ഖത്തർ. ഇസ്രയേലിനുമേൽ കടുത്ത സമ്മർദ്ദവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒടുവിൽ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ എതിർപ്പ് തള്ളി ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ മന്ത്രിസഭയുടെ അംഗീകാരം. കഴിഞ്ഞ 2 മാസം തുടർച്ചയായി നടന്ന സമവായ ചർച്ചകൾക്കു ശേഷം ശുഭവാർത്ത. വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ പ്രസ്താവന. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 737 പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രയേൽ പുറത്തിറക്കി. 42 ദിവസം നീളുന്ന വെടിനിർത്തൽ കാലയളവിൽ പലസ്തീൻ തടവുകാരെ ഇസ്രയേലും ഇസ്രയേൽ ബന്ദികളെ പലസ്തീനും മോചിപ്പിക്കും. ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ തടവിൽ കഴിയുന്ന 19 വയസ്സിൽ താഴെയുള്ള എല്ലാ പലസ്തീൻ പെൺകുട്ടികളെയും മോചിപ്പിക്കും. 16 ദിവസത്തിനു ശേഷം അതുവരെയുള്ള മോചനങ്ങൾ വിലയിരുത്തി അടുത്ത ഘട്ടം തീരുമാനിക്കും. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റമെന്ന പലസ്തീൻ ആവശ്യം ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. ഗസയുടെ ഭരണം ഹമാസിന് നൽകാനാവില്ലെന്ന നിലപാടും ഇസ്രയേൽ മാറ്റിയിട്ടില്ല. ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ലെങ്കിലും താൽക്കാലികമെങ്കിലും വെടിനിർത്തൽ ലോകത്തിന് നൽകുന്ന ആശ്വാസം വലുതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.